بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم رب تمم بالخير والسعادة ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവരുടെ സ്വഹീഹിലെ 127ാമത്തെ ക്ലാസ്സാണ് നാം തുടങ്ങുന്നത്. ഈ വർഷത്തിൻ്റെ ആരംഭമായതുകൊണ്ട് തന്നെ ഇമാം ബുഖാരിയെ സംബന്ധിച്ച് സ്വഹീഹിനെ സംബന്ധിച്ചും ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് തുടങ്ങാം തബറുക്കിന് വേണ്ടി. പ്രത്യേകിച്ചും ഇമാം ബുഖാരിയുടെ സ്വഹീഹ് അല്ല എന്ന് വാദിക്കുന്ന ഒരു പറ്റം യുക്തിവാദികൾ അല്ലെങ്കിൽ സ്വയം മുജ്തഹിദീങ്ങൾ ഇറങ്ങിയിട്ടുള്ള ഈ കാലത്ത് പരിശുദ്ധ ഇസ്ലാമിൽ അതിലെ അയിമ്മത്തുകൾ മുഴുവനും ഇത്തിഫാഖായ അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു സംഗതിയാണ് സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും. അത് രണ്ടും അതിലുള്ളത് മുഴുവനും സത്യമാണ്, സ്വഹീഹാണ്, അതിനെ വിമർശിക്കാൻ ഒരാൾക്കും അധികാരമില്ല എന്ന് പറയുന്നത്. ഇതിനെയാണ് ഇന്ന് ചോദ്യം ചെയ്യപ്പെടുന്നത്. അവരുദ്ധരിക്കുന്ന പ്രധാന തെളിവ് അതിൻ്റെ ശേഷം പല ഇമാമിയങ്ങളും ദാറഖുത്നിയെ പോലെയുള്ള പല ഇമാമിയങ്ങളും അതിൽ ധാരാളം ഹദീസുകൾ സ്വഹീഹിൻ്റെ നിബന്ധനകൾ ഒക്കാത്തതുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ എന്നുള്ളതാണ്. ഇത് മാത്രമാണ് അവർക്കുള്ള തെളിവ്. പക്ഷേ ഇമാമിയങ്ങൾ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ദാറഖുത്നി റളിയല്ലാഹു എന്താണ് ആ പറയുന്നത് എന്ന് മനസ്സിലാക്കാത്തതിൻ്റെ പേരിലാണ്. ദാറഖുത്നി ഉദാഹരണമാണ്. അതുപോലെയുള്ള ധാരാളം മഹാന്മാർ അവരെല്ലാം ഉദ്ദേശിച്ചത് എന്താ? ഇമാം ബുഖാരിയെ സംബന്ധിച്ച് അസൂയാലുക്കൾ ധാരാളം ഇഷ്കാലുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കൊണ്ടുവന്ന ഇഷ്കാലാക്കപ്പെട്ട സ്ഥലങ്ങൾ മുഴുവനും മറുപടി പറയപ്പെടാൻ പറ്റുന്നതും ആ ഇഷ്കാലാക്കുന്നവർക്ക് അത് തിരിയാത്തതിൻ്റെ പേരിലുമാണ്. പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് എന്തെല്ലാം ഇത്റാളുകളുണ്ട്. ഇത്റാളാക്കിയത് കൊണ്ട് ആ സംഗതി തെറ്റാണെന്ന് വരുമോ? അതുപോലെ ഇമാമിങ്ങൾ മറ്റുള്ളവരുടെ ഇത്റാളുകൾ ഉദ്ധരിച്ചു. ചിലർ അതിനേക്ക് മറുപടി അവിടെ തന്നെ പറഞ്ഞു, മറ്റു ചിലർ മറുപടിയിലേക്ക് ഇശാറത്താക്കി. ഈ ഇത്റാളാക്കിയ ഒരാൾ പോലും ഇമാം ബുഖാരിയുടെ അതേ സ്ഥാനത്തുള്ളവരോ അല്ലെങ്കിൽ തൊട്ടടുത്ത സ്ഥാനത്തുള്ളവരോ അല്ല എന്നാണ് അവർ പറഞ്ഞ മറുപടി. ഫത്ഹുൽ ബാരി ആ ഇത്റാളുകൾ മുഴുവനും ഉദ്ധരിച്ചു. അതിനേക്ക് അവസാനമായി പറഞ്ഞ മറുപടിയാണ്, ഈ ഇത്റാളാക്കിയ ആരെങ്കിലും ഒരാൾ ഇമാം ബുഖാരിയുടെ അതേ സ്ഥാനം മുസ്ലിം ലോകം നൽകിയവരോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥാനം നൽകിയവരോ ഉണ്ടോ? ഇതന്നെയാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് പലപ്പോഴും പറയലുണ്ട്. ഇമാം ബുഖാരി പറയുന്നു, ഞാൻ എൻ്റെ സ്വഹീഹിൽ സ്വഹീഹല്ലാത്ത ഒരു ഹദീസും കൊണ്ടുവന്നിട്ടില്ല. എൻ്റെ ഇസ്നാദുകളെല്ലാം വളരെ സംശുദ്ധമാണ്. ഞാനിതിൽ പറയുന്ന ഹദീസുകൾ മുഴുവനും ഇസ്തിഖാറത്ത് ചെയ്ത് എനിക്ക് അനുവാദം ലഭിച്ചതിൻ്റെ ശേഷമാണ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത് എന്നെല്ലാം ഇമാം ബുഖാരി പറയുമ്പോൾ അതിൻ്റെ എതിരെ പറയാൻ ആരടാ ഇവിടെ? ഇമാം ബുഖാരി സ്വഹീയാണെന്ന് പറഞ്ഞത് സ്വഹീയല്ല എന്ന് പറയാൻ ആർക്കാണ് അധികാരമുള്ളത്?
എന്ന് ഇമാം ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുലമായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് പലപ്പോഴും ചോദിക്കലുണ്ട്. ഒരു ദിവസം ക്ലാസ്സിൽ ബഹുമാനപ്പെട്ട ശൈഖുന പറഞ്ഞു, ബുഖാരിയിൽ സ്വഹീഹല്ലാത്ത ഒരൊറ്റ ഹദീസുകളോ ഒറ്റ അസറുകളോ ഇല്ല. മുഅല്ലഖായ ഹദീസുകളടക്കം അസഹാണ്. അപ്പോൾ റൂമിൽ പോയപ്പോൾ ഞാൻ അന്ന് ഖാദിമായിരുന്നു. ഞാൻ ചോദിച്ചു, പല ഇമാമിങ്ങളും പറയുന്നുണ്ടല്ലോ ബുഖാരിയിൽ 10-20ഓളം ഹദീസുകൾ ദഈഫുണ്ട് എന്ന്, അതുപോലെ മുസ്ലിമിലും കുറച്ച് ഹദീസുകൾ ദഈഫുണ്ടെന്ന് പറയപ്പെടുന്നുണ്ടല്ലോ, പിന്നെ എങ്ങനെ നമ്മൾ അസഹാണെന്ന് പറയുക എന്ന് എന്നോട് ഞാൻ ചോദിച്ചു. കാരണം ശൈഖുനായുടെ സ്വഭാവം അങ്ങനെയായിരുന്നു. ക്ലാസ്സിൽ റൂമിൽ ചെന്നാൽ ക്ലാസ്സിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ആരായലുണ്ട്, ക്ലാസ്സിനെ പറ്റി ചോദിക്കലുണ്ട്. അപ്പം ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ആരടാ ബുഖാരി ഒരു ഹദീസ് ഞാനത് സ്വഹീഹാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പിന്നെ അത് സ്വഹീഹല്ല എന്ന് പറയാൻ അധികാരമുള്ളവൻ ആരടാ അവൻ എന്ന് ചോദിച്ചു. അപ്പൊ ബുഖാരിയുടെ കിടക്കാരോ അതിൻ്റെ തൊട്ടടുത്ത സ്ഥാനമോ ഉള്ളവരല്ലാത്ത മുസ്ലിം ലോകത്ത് 4-ാം സ്ഥാനമോ 5-ാം സ്ഥാനമോ 8-ാം സ്ഥാനമോ 10-ാം സ്ഥാനമോ ഇല്ലാത്ത ആളുകൾ, അവർ ഒന്നിരിക്കൽ മറ്റുള്ളവർ ഇത്തിറാദുകൾ ഉദ്ധരിക്കുന്നു, അല്ലെങ്കിൽ അവർ ഇത്തിറാദാക്കുന്നു. അത് ഇമാം ബുഖാരിയിലേക്ക് അത് ബാധകമല്ല. മഹാന്മാരായ ഇമാമിയങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയെ കാണുന്നത്, പ്രത്യേകിച്ചും സൂഫിയാക്കൾ, ത്വരീഖത്തുകാരാണ് സൂഫിയാക്കളാണെന്ന് പറയുന്ന ആളുകളാണ് ഇത് കാര്യമായി വിമർശിക്കാൻ വരുന്നത്. അതിനുവേണ്ടി ഞാൻ ഉദ്ധരിക്കുന്നത് ബഹുമാനപ്പെട്ട ഇബ്രീസിൽ 360-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, ഇമാം ബുഖാരിയുടെ സ്വഹീഹിൻ്റെ ഒരു ഏട് ആരെങ്കിലും കയ്യിൽ പിടിച്ചു, അതുമായി ഒരു വലിയൻ്റെ മഖ്ബറയിലേക്ക് പോയി, എന്നിട്ട് ആ ഒരു പേജ്, അതിൽ നിന്നുള്ളൊരു പേജ് അവൻ തുറന്നു വച്ചു, എന്നിട്ട് ആ സനദിലുള്ള ഒരു ഹദീസിൻ്റെ സനദിലുള്ള റാവികളെ വായിച്ചു. ആ റാവികളെ കൊണ്ടും വതവസ്സല ബിരിജാലി സനദിഹി വബിദാലിക്കൽ വലിയ ഇലല്ലാഹി തആല ഫഇന്ന ഹാജതഹു തുഖ്ളാ. ആ വലിയ സനദിലുള്ള മഹാന്മാരായ ബുഖാരി ഇമാമിൻ്റെ മശായിഖന്മാരെ കൊണ്ടും ആ മക്ബറയിലുള്ള വലിയനെ കൊണ്ടും ആരെങ്കിലും തവസ്സുലാക്കിയാൽ അവൻ്റെ ആവശ്യങ്ങൾ മുഴുവനും പൂർത്തീകരിക്കപ്പെടും. തവസ്സുലാക്കാൻ ഏറ്റവും വലിയ ഒരു സംഭവം വബ്തഗൂ ഇലൈഹിൽ വസീല എന്ന് മഹാൻ അല്ലാഹു തആല പറഞ്ഞതാണ്. അങ്ങനെ തവസ്സുലാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഭവം ഇമാം ബുഖാരിയുടെ സ്വഹീഹാണ്. അതിൻ്റെ കിതാബുമായി മഹാനായ ഒരു വലിയൻ്റെ മക്ബറയിൽ ചെന്ന് ആ കിതാബ് തുറന്ന് അതിൻ്റെ ഒരു സനദ് വായിച്ചു. എന്നിട്ട് ആ സനദിലുള്ള മഹാന്മാരെ കൊണ്ട് ഈ മക്ബറയിലുള്ള വലിയനെ കൊണ്ടും തവസ്സുലാക്കിയാൽ അവൻ്റെ കാര്യങ്ങൾ മുഴുവനും പൂർത്തിയാക്കപ്പെടുമെന്നാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇത് പണ്ട് മുതലേ പോരുന്ന കാര്യവുമാണ്. ഇതിനു മുമ്പ് മുഖദ്ദിമയിൽ നാം വിശദമായി സംസാരിണ്ട്. എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും ബുഖാരി വായിച്ചോതി, ആ സദസ്സിൽ നാം യാസീൻ ഓതുന്ന മാതിരി ബുഖാരി ഓതി, എന്നിട്ട് തവസ്സുലാക്കിയാൽ കാര്യങ്ങൾ പൂർത്തിയാകും. ഇത് മഹാന്മാർ മുസ്ലിം ലോകം സമ്മതിച്ചൊരു വിഷയമാണ്, സൂഫി ലോകം സമ്മതിച്ച വിഷയമാണ്. ഇബ്രീസ് 360-ലാണ് ഇക്കാര്യമുള്ളത്. ഈ അടിസ്ഥാനത്തിൽ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഞാനിത് ക്ലാസ് എടുക്കുന്നത്. ഇന്നലെ വ്യാഴാഴ്ച ഈ ബുഖാരിയുമായി ഞാൻ ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ മക്ബറയിലേക്ക് ചെന്നു. അവിടെ ചെന്ന് ബുഖാരിയുടെ നമ്മൾ എടുക്കാനുള്ള ബാബും അതിൻ്റെ സനദും അതിൻ്റെ ഹദീസും വായിച്ചു. എന്നിട്ട് സനദിലുള്ള മഹാന്മാരെ കൊണ്ടും മമ്പുറം തങ്ങളെ കൊണ്ടും ഞാൻ തവസ്സുലാക്കി ദുആ ചെയ്തു. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ബുഖാരിയുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ബുഖാരിയുടെ ആശയങ്ങൾ, അതുപോലെ ഹദീസിൻ്റെ ആശയങ്ങൾ ഇമാം ബുഖാരി ഉദ്ദേശിച്ചതുപോലെ, റസൂലുള്ളാഹി തങ്ങൾ ഉദ്ദേശിച്ചതുപോലെ മനസ്സിലാക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൽമു കൊണ്ട് നമ്മുടെ കൽബിനെ അല്ലാഹു പ്രകാശിപ്പിക്കുമാറാവട്ടെ. മഹാന്മാരെ സംബന്ധിച്ച് നല്ലത് മനസ്സിലാക്കാനും നല്ലത് പറയാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാന്മാരെ കുരുത്തക്കേട് സമ്പാദിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെയോ നാവുമായി ബന്ധപ്പെട്ടവരെയോ അല്ലാഹു ഉൾപ്പെടുത്താതിരിക്കട്ടെ.
അതുപോലെ നമ്മുടെ റാവികളിൽപ്പെട്ട ഒരാളെ സംബന്ധിച്ചും ഒരു ദുഷിച്ച അഭിപ്രായം ഒരാൾക്കുണ്ടായി പോവരുത്. എല്ലാവരും മഹാന്മാരാണ്, അവരെല്ലാവരും വലിയ വലിയ മുഹദ്ദിഥീങ്ങളാണ്, വലിയ വലിയ ഔലിയാക്കളാണ്. സ്വഹാബത്തിനെ പറ്റി പറയാനില്ല. സ്വഹാബത്ത് അതിനേക്കാളും എല്ലാത്തിനേക്കാളും വലിയവരാണ്. അള്ളാഹു പടച്ച മനുഷ്യന്മാർ അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയവർ സ്വഹാബത്താണ്. അവരെ സംബന്ധിച്ച് ഒരു കാരണവശാലും നാം അവർക്ക് ഇഷ്ടമില്ല അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും പറയരുത്. നല്ലത് മാത്രമേ അവരെ സംബന്ധിച്ച് ഉദ്ദേശിക്കാനും ചിന്തിക്കാനും പാടുള്ളൂ. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ നമ്മുടെ ബുഖാരിയുടെ ഹദീസുകൾ ധാരാളം ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹദിയാണ്. അവരെ സംബന്ധിച്ചോ അതുപോലെ അതിൻ്റെ താഴേക്കടയിലുള്ള മറ്റുള്ള സ്വഹാബത്തിനെ സംബന്ധിച്ചോ സ്വഹാബിയാത്തിനെ സംബന്ധിച്ചോ ഒരു വാക്ക് പോലും പറയരുത്. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ കുട്ടിയായ കാലത്ത് ഹാക്കിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്, റസൂലുള്ളാഹി തങ്ങൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ പറയും, ഇവൾ ഒരു വലിയ സ്ഥാനമാനങ്ങളുള്ളവളാണ്, അവളെ നിങ്ങൾ ഉപദ്രവിക്കരുത്, ബുദ്ധിമുട്ടിക്കരുത്, പേടിപ്പിക്കരുത്, വേജാറാക്കരുത്, കരയിപ്പിക്കരുത്, അവൾ നല്ലോണം നോക്കണമെന്ന് പറയലുണ്ട്. റസൂലുള്ളാഹി നിക്കാഹ് ചെയ്യുന്നതിൻ്റെ 6-ാമത്തെ വയസ്സിൽ നിക്കാഹ് ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് സിദ്ദീഖുൽ അക്ബറിൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ സിദ്ദീഖുൽ അക്ബർ വീട്ടിലില്ല. ആയിഷ റളിയല്ലാഹു അൻഹ വാതിൽ കൊടിയിൽ നിന്ന് തേങ്ങി തേങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി ഉമ്മാനെ വിളിച്ചു, ആയിഷ ബീവിയുടെ ഉമ്മാനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് സംഭവം, എന്തിനാണ് ഇവൾ കരയുന്നത്? അപ്പോൾ ഉമ്മ പറഞ്ഞു, ഇവിടെ വീട്ടിലുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ഇവൾ ഉപ്പാനോട് പറഞ്ഞു കൊടുക്കൽ പതിവാണ്. അങ്ങനെ ഒരു കാര്യം പറഞ്ഞു കൊടുത്തപ്പോൾ അത് ഉപ്പാക്ക് ഇഷ്ടപ്പെട്ടില്ല. വീട്ടിൽ നടന്നൊരു കാര്യം എന്തോ വിഷയം, അതിൻ്റെ പേരിൽ ഉപ്പ ഞങ്ങളെ ചീത്ത പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഉപ്പ പോയതിന് ശേഷം ആയിഷയെ ചീത്ത പറഞ്ഞു, അതിൻ്റെ പേരിലാണ് കരയുന്നത് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, അവൾ ഒരു കാരണവശാലും നിങ്ങൾ അവളെ ഉപദ്രവിക്കരുത്, വേജാറാക്കരുത്, വിഷമിപ്പിക്കരുത്. ഇന്നലാശകന, അവൾക്ക് വലിയ ഭാവിയുണ്ട്. വയും ഫഅലത്ത്, നിങ്ങൾക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവൾ ചെയ്താലും അടിയുറേണ്ട ഇടപെടേണ്ട വാക്കാണത്. വയിൻ ഫഅലത്ത്, കുട്ടിയായ കാലത്താണ് പറയുന്നത്. അങ്ങനെയുള്ള ആയിഷ റളിയല്ലാഹു അൻഹ എന്തെങ്കിലും അവർക്ക് ചന്നിയാണ്, ഓർമ്മയില്ലായ്മയാണ്, അവർക്ക് ബോധമില്ലായ്മയാണ് എന്നെല്ലാം പറഞ്ഞു ഹദീസ് തള്ളാൻ ശ്രമിക്കുന്നവർ അവരുടെ ആഖിബത്ത് ഭയപ്പെടേണ്ടതുണ്ട്. ഇബ്രീസിൽ തന്നെ 361-ാമത്തെ പേജിൽ ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ദബ്ബാഗ് അവരോട് ചോദ്യം, وسألته رضي الله عنه عن الخلاف الذي بين المحدثين في تفضيل مولاتنا خديجة على مولاتنا عائشة والعكسي. നമ്മുടെ മുഹദ്ദിസീങ്ങൾക്ക് ആയിഷ റളിയല്ലാഹു അൻഹ, ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ ഇവർ രണ്ടിൽ നിന്ന് ആരാണ് ഏറ്റവും വലിയവർ? മുസ്ലിം സമുദായത്തിൽ ഉമ്മത്ത് മുഹമ്മദ് റളിയല്ലാഹു അൻഹും സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ വെച്ച് ഏറ്റവും വലിയ വനിതകൾ 3 ഒന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ. ഇവർ 3 ഏറ്റവും വലിയതായ ശ്രീരത്നങ്ങൾ എന്നുള്ളത് ഇത്തിഫാഖാണ്. എന്നാൽ ഇവരെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയവർ ആര് എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ചും ഖദീജ റളിയല്ലാഹു, നമ്മുടെ ഉമ്മയായ ഖദീജ റളിയല്ലാഹു അൻഹയും ഉമ്മുന ആയിഷ റളിയല്ലാഹു അൻഹയും തമ്മിൽ ആരാണ്? അതിനെ സംബന്ധിച്ചാണ് ചോദിക്കുന്നത്. അഭിപ്രായ വ്യത്യാസമുണ്ട്. 3-ൽപ്പെട്ട ആരാണ് ഏറ്റവും വലിയവർ? 3 വലിയവരാണ്. 1, 2, 3 സ്ഥാനക്കാർ അവർ തന്നെയാണ്. അതിൽ ഏറ്റവും വലിയ 1-ാം സ്ഥാനക്കാരാറ് എന്നുള്ളതിലാണ് അഭിപ്രായ വ്യത്യാസം. അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഖദീജ ബീവിയും ആയിഷ റളിയല്ലാഹു അൻഹ കൊള്ളു നോക്കുമ്പം ആരാണ് ഏറ്റവും വലിയവർ എന്ന് ചോദിച്ചപ്പോൾ അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു പറയുന്നത്, റഅയ്നാഹുമാ മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ദീവാൻ ലൈലത്തുൽ ഖദർ വറഅയ്നാ നൂറ ആയിഷത യസീദു അലാ നൂരി ഖദീജത റളിയല്ലാഹു അൻഹുമാ. ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ എല്ലാ മഹാന്മാരും ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഞാൻ
ഖദീജ റളിയല്ലാഹു അൻഹയെയും ആയിഷ റളിയല്ലാഹു അൻഹയെയും നബി തങ്ങളോട് കൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഖദീജ ബീവിയുടെ പ്രകാശത്തിനേക്കാളും പ്രകാശം കൂടുതൽ ആയിഷ ബീവിക്കായി ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ് മറുപടി കൊടുത്തത്. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ തൊട്ട് കളിക്കണ്ട. സ്വഹാബത്തിനെയും താബീങ്ങളെയും അയിമ്മത്തിനെയും ആരെയും തൊട്ട് കളിക്കാൻ പാടില്ല, പ്രത്യേകിച്ചും മഹാന്മാരായ സ്വഹാബത്തിനെ. അത് നമ്മുടെ ആഖിബത്തിനെ പഠിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ആയിഷ റളിയല്ലാഹു അൻഹ പരിശുദ്ധ ഖുർആൻ തൻസീഹാക്കിയവരാണ്, അല്ലാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ്. ആയിഷ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്താലും ആയിഷയെ വിഷമിപ്പിക്കരുതെന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വാക്ക് പദപ്രയോഗങ്ങൾ നടത്തേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരുടെ എല്ലാവിധ തണലും കാവലും സംരക്ഷണവും നമുക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ നാവിൽ നിന്ന് എന്തെങ്കിലും വേണ്ടാത്തരം വന്ന് പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു പുറത്തു തരട്ടെ. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ. ഇൽമു കൊണ്ട് നമ്മുടെ ഖൽബിനെ അല്ലാഹു പ്രകാശിപ്പിക്കട്ടെ. റസൂലുള്ളാഹി തങ്ങളോട് കൂടെ, സ്വഹാബത്തോട് കൂടെ, നമ്മുടെ മഹാന്മാരായ മശായിഖന്മാരോട് കൂടെ, ബുഖാരിയുടെ സനദിലുള്ള അസാത്തിദത്തുൽ കിറാമിനോട് കൂടെ, മശായിഖിനോട് കൂടെ, റാവികളോട് കൂടെ അല്ലാഹു നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. وبه قال الإمام الحافظ أمير المؤمنين في الحديث أبو عبد الله محمد بن إسماعيل البخاري رضي الله عنه ونفعنا بعلومه. باب الاغتباط في العلم والحكمة. وقال عمر تفقهوا قبل أن تسودوا. قال أبو عبد الله وبعد أن تسودوا. وقد تعلم أصحاب النبي صلى الله عليه وسلم في كبر سنهم. وبه قال حدثنا الحميدي قال حدثنا سفيان قال حدثني إسماعيل بن أبي خالد على غير ما حدثناه الزهري قال سمعت قيس بن أبي حازم قال سمعت عبد الله بن مسعود رضي الله عنهم أنه قال قال النبي صلى الله عليه وسلم لا حسد إلا في اثنتين: رجل آتاه الله مالا فسلط على حلقته في الحق، ورجل آتاه الله الحكمة فهو يقضي بها ويعلمها. ബാബുൽ ഇഖ്തിബാത്തി ഫിൽ ഇൽമി വൽ ഹിക്മ. ഇൽമിലും ഹിക്മത്തിലും വലിയ വലിയ മഹത്തുക്കളോട് മഹത്തുക്കളെ മാതൃകാപരമായി കണ്ട് അവരെ പോലെ ആവലിനെ ആഗ്രഹിക്കൽ നല്ല കാര്യമാണ് എന്ന് പഠിപ്പിക്കുന്ന ബാബാകുന്നു. അറിവിൻ്റെ വിഷയത്തിൽ അതുപോലെ ആ അറിവ് പ്രയോഗിക്കുന്നതിനുള്ള സാമർഥ്യം, അതിനാണ് ഹിക്മത്ത് എന്നറിയാം. അറിവൊന്ന് വേറെയാണ്. എല്ലാ അറിവുള്ളവരും ഹിക്മത്തുള്ളവരായിക്കൊള്ളുന്നില്ല. അറിവില്ലാത്തവർക്കും ചെറിയ ഹിക്മത്തുകളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അറിവും ഹിക്മത്തും രണ്ടും ഉമൂമ് ഖുസൂസും മിൻവജിഹിയാണ് നിസ്ബ. അറിവുണ്ടാവലോട് കൂടെ ആ അറിവിനെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുക, ചില പ്രത്യേക ബുദ്ധി ഉപയോഗിക്കുക. ഫഹ്മിൽ നിന്നുണ്ടായിത്തീരുന്നതാണ് ഹിക്മത്ത്. അത് ബുദ്ധി കൂർമ്മതയുടെ ഭാഗമാണ്. ഇങ്ങനെ ബുദ്ധി പ്രയോഗിക്കുന്നവർ, അതുപോലെ മഹാന്മാരായ മഹത്തുക്കൾ, അറിവുള്ള വലിയ വലിയ പണ്ഡിതന്മാർ, അവരെ മാതൃകയാക്കി അവരെ പോലെ ആവാൻ വേണ്ടി ആഗ്രഹിക്കുക.
അത് പരിശുദ്ധ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച വിഷയമാണ് എന്ന് വിശദീകരിക്കുന്ന ബാബാണ്. എല്ലാവർക്കും വേണ്ട സംഭവം അതാണ്. ചെറുപ്പത്തിലേ ഉണ്ടാക്കി തീർക്കേണ്ട ഒന്നാണ്. വലിയ വലിയ ആളുകൾ അവരെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കി, ജീവിച്ചിരിപ്പുള്ളവരാണെങ്കിലും വേണ്ടില്ല, മരണപ്പെട്ടു പോയ മഹാന്മാർ, അവരുടെ ഇൽമും അവരുടെ ജനങ്ങളോടുള്ള പെരുമാറ്റവും മനസ്സിലാക്കി ഈ ദീനിനെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാം, ദീനി വിജ്ഞാനം വികസിപ്പിക്കാം, അതിനെ മറ്റുള്ളവരിലേക്ക് അനുസരിപ്പിക്കാം, ഇവരതിൻ്റെ പ്രബോധകരാവാം. അവർ ചെയ്തത് അതുപോലെ അവരെ പോലെ അറിവുണ്ടാവുകയും അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഭാഗ്യവും ഉണ്ടാവാൻ അവരെ പോലെ ആവാൻ വേണ്ടി ശ്രമിക്കണം. ഓരോരുത്തർക്കും ഓരോ മഹാന്മാർ അവരുടെ പേരിലുണ്ടായിരിക്കും. ഇന്നാളെ പോലെ ആവണം ഞാൻ, പലരുണ്ടെങ്കിൽ പലരെ പോലെ ആവാൻ നോക്കാം. അത് എപ്പോഴും മുറുകെ പിടിക്കേണ്ടതാണ് എന്ന് വിശദീകരിക്കുന്നവ. വഖാല ഉമറു റളിയല്ലാഹു അൻഹു തഫഖഹു ഖബ്ല അൻ തുസവ്വദു. ഖാല അബൂ അബ്ദില്ലാഹ് വബഅദ അൻ തുസവ്വദു. ഇമാം ബുഖാരിയുടെ ബാബിക്കൊരു വിശദീകരണമാണ്. ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു മുഅല്ലഖായ ഹദീസ്. തഫഖഹു, നിങ്ങൾ ധാരാളമായി പഠിക്കണം. ഖബ്ല അൻ തുസവ്വദു, നിങ്ങളെ നേതാവാക്കപ്പെടുന്നതിൻ്റെ മുമ്പ്, നിങ്ങൾ സയ്യിദന്മാരാക്കപ്പെടുന്നതിൻ്റെ മുമ്പ്, നിങ്ങളെ കാളിമാരാക്കപ്പെടുന്നതിൻ്റെ മുമ്പ്, നിങ്ങളെ ഖത്തീബമാരാക്കപ്പെടുന്നതിൻ്റെ മുമ്പ്, നിങ്ങളെ ഗവർണർമാരാക്കപ്പെടുന്നതിൻ്റെ മുമ്പ്, നിങ്ങളെ മുഫ്തിമാരാക്കപ്പെടുന്നതിൻ്റെ മുമ്പ്, നിങ്ങൾ പഠിഞ്ഞ് മുഫ്തിമാരോ സയ്യിദന്മാരാക്കി നേതാക്കന്മാരാക്കി ഇസ്ലാമിൻ്റെ നേതാക്കന്മാരാക്കി നിങ്ങളെ കൊണ്ടുവരുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ നല്ലവണ്ണം പഠിക്കണം. ഇമാം ബഹുമാനപ്പെട്ട ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വസിയ്യത്താണത്. ഈ വാക്കിൽ നിന്ന് തോന്നിപ്പോകും നേതാവായി കഴിഞ്ഞാൽ പിന്നെ പഠിക്കണ്ട. അതിനാണ് ഇമാം ബുഖാരി പറയുന്നത് ഖാല അബൂ അബ്ദില്ലാഹ്. അബൂ അബ്ദില്ലാഹ് എന്നുള്ള ഇമാം ബുഖാരിയുടെ പേരാണ്. ബുഖാരി അലീമാക്കും. കാരണം ഹദീസാണ് മഹാനവറുകൾ പറയുന്നത്, ഹദീസിൻ്റെ വ്യാഖ്യാനമാണ് പറയുന്നത്. അതുകൊണ്ട് അവരെ തന്നെ ബഹുമാനിച്ചു കൊണ്ടായിരിക്കണം അത് പറയേണ്ടത്. അവരുടെ വായിൽ നിന്ന് വരുന്നത് ഹദീസിൻ്റെ വ്യാഖ്യാനമാണ്. കണ്ടോ, ഖാല അബൂ അബ്ദില്ലാഹ്. സ്വന്തം തന്നെ അങ്ങനെ പ്രയോഗിക്കുള്ളൂ. അത് ഇൽമുള്ളവർ അവനോ ബഹുമാനിക്കണം. ആ ഇൽമിൻ്റെ ബഹുമാനമാണത്, അതിൻ്റെ ഭാഗമാണത്. വബഅദ അൻ തുസവ്വദു, നിങ്ങളെ നേതാക്കന്മാരെ ആക്കിയതിൻ്റെ ശേഷവും നിങ്ങൾ പഠിക്കണം. കുറേ കാര്യങ്ങളുണ്ട് ഇതില്. എന്താ? ഒന്ന്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സയ്യിദന്മാരാക്കപ്പെടുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇമാം ബുഖാരി പറഞ്ഞു ശേഷവും. കാരണം ശേഷം എന്തായാലും പഠിക്കണമല്ലോ. വാക്കിയത്തുകൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, അപ്പോൾ അവർക്ക് മറുപടി കിട്ടുന്നില്ലെങ്കിൽ പിന്നീടോ എന്തായാലും പഠിച്ചെന്നെ പറയണമല്ലോ. അപ്പം അത് പറയേണ്ടതില്ല. അവിടെ മഫ്ഹൂം മുഖാലഫ് അല്ല ഉള്ളത്, മഫ്ഹൂം മുവാഫഖാണുള്ളത് എന്നാണ് ഇമാം ബുഖാരിയോട് ഉദ്ധരിച്ചത്. പിന്നെ മറ്റൊരു പ്രശ്നം ഇവിടെ ബാബിൽ വന്നെന്താ, ഇഖ്തിബാത്തും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇഖ്തിബാത്ത് മറ്റൊരാളെ മാതൃകാ പുരുഷനായി കരുതി അവരെ പോലെ ആവാൻ വേണ്ടി ആഗ്രഹിക്കുക. അത് ഇൽമിലും ഹിക്മത്തിലും മാത്രമാണ് പറ്റുള്ളൂ. ഇതാണ് ഇമാം ബുഖാരി, ഇതാണ് ബാബ്. ഇവിടെ ഇഖ്തിബാത്തോടെ അതാ ചിന്തിക്കേണ്ടത്. ഈ ഹദീസ് വാക്കിനിക്ക് രണ്ട് പ്രയോഗമുണ്ട്, രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ഏതൊരു മനുഷ്യനും നല്ല ബുദ്ധിയും തൻ്റെടുള്ള മനുഷ്യനാണെങ്കിൽ അവനിക്കൊരു കാഴ്ചപ്പാടുണ്ടാകും.
ചെറുപ്പത്തിലേ അവർക്കുണ്ടാകുന്ന മനസ്സിലുണ്ടാകുന്ന മോഹങ്ങളാണ് അവൻ വലിയവനാവണം എന്നുള്ളത്, അവൻ നേതാവാവണം എന്നുള്ളത്, അവൻ ഇമാമാവണം, അവൻ ഖാദിയാവണം, അവൻ ഗവർണറാവണം, അവൻ ജഡ്ജിയാവണം, അവൻ അമീറാവണം, ഭരണാധികാരിയാവണം. ഇങ്ങനെ കുറേ ലക്ഷ്യങ്ങൾ ഓരോരുത്തർക്കുണ്ടാകും. അത് സ്വാഭാവികമായ ലക്ഷ്യങ്ങളാണ്. പക്ഷേ നിങ്ങൾക്കങ്ങനെ ലക്ഷ്യങ്ങൾ വേണ്ടത് തന്നെയാണ്. പക്ഷെ ആ ലക്ഷ്യം വെക്കുന്നതിൻ്റെ മുമ്പ് മഹാന്മാരെ പോലെ ആവാൻ വേണ്ടി, ആ യോഗ്യത ഉണ്ടാവാൻ വേണ്ടിയുള്ള പഠനത്തിൽ കൂടെ നിങ്ങൾ സമ്പാദിച്ചെടുക്കണം. നിങ്ങളെ കുടുംബ പേര് കൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ വാക്ക് ചാതുരി കൊണ്ടോ, അല്ലെങ്കിൽ സംഘാടന മികവ് കൊണ്ടോ നിങ്ങൾ നേതാവാക്കാൻ നിൽക്കണ്ട. ഇൽമു കൊണ്ടായിരിക്കണം നിങ്ങൾ നേതാവാകേണ്ടത്. ഇൽമില്ലാതെ നേതാവായി കഴിഞ്ഞാൽ നിങ്ങൾ പലപ്പോഴും വഷളാകും. ദീനെന്താ നിങ്ങൾക്കറിയില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അപ്പോൾ നിങ്ങൾ പെട്ടുപോകും. അതുകൊണ്ട് ഓരോരുത്തരും നേതാവാകണമെന്ന് മനസ്സിലുണ്ടാകുന്ന ആഗ്രഹങ്ങളുമാണ്. അതെടുത്തു കളയാൻ പറ്റാത്തതാണ്. അത് പ്രകൃതിയാൽ വന്നു വരുന്ന സംഭവമാണ്. പക്ഷെ അങ്ങനെ ആഗ്രഹമുണ്ടാകുന്നതിൻ്റെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ മഹാന്മാരായ മഹത്തുക്കളെ പോലെ നിങ്ങൾ പഠിച്ച് ഉയർന്നുകൊണ്ട് നേതാവാൻ ശ്രമിക്കണം. നേതാവാൻ നിങ്ങൾ ശ്രമിക്കണ്ട, അത് നിങ്ങളുടെ അടുത്തേക്ക് വന്നോളും. ആ പൂതിയുണ്ടോ, ആദ്യം നിങ്ങൾ പഠിച്ചതിന് തയ്യാറായി നടക്കേണ്ടതാണ്. ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഏതായാലും നിങ്ങൾക്ക് പഠനം നിർബന്ധവുമാണ്. അതാണ് അതിൻ്റെ ഒരു വിവക്ഷ. വേറൊരു മാന, തഫഖഹു ഖബ്ല അൻ തുസവ്വദു, നിങ്ങൾ നേതാവാക്കപ്പെടുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ നല്ലവണ്ണം പഠിച്ചിരിക്കണം. എന്തിന്? നിങ്ങൾ മാതൃകാപരമായ ആളുകളാവാൻ വേണ്ടി. എഴുത്തത്ത് വേണം, അത് പരിശുദ്ധ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച ഒന്നാണ്. ഒരു മാതൃകാ പുരുഷനെ പോലെ ആവാൻ വേണ്ടി ആഗ്രഹിക്കണം. ഇൽമിൻ്റെ വിഷയത്തിൽ, ധർമ്മത്തിൻ്റെ വിഷയത്തിൽ രണ്ട് കാര്യമാണ് പറയാൻ പോകുന്നത്. ഇതിലെ ഒരാളെ പോലെ ആകാൻ വേണ്ടി ആഗ്രഹിക്കാൻ പാടുള്ളൂ. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും ജനിച്ച് വരുമ്പോൾ തന്നെ നിങ്ങൾ നേതാക്കന്മാർ ആവാൻ ആഗ്രഹമുണ്ടായാൽ തന്നെ ആകുന്നവരും ഉണ്ടാകും, ആകാത്തവരും ഉണ്ടാകും. എന്നാൽ നിങ്ങളെപ്പോലെ മറ്റുള്ളവർ ആവണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവാൻ വേണ്ടി, മറ്റുള്ളവർക്ക് നിങ്ങളെ മാതിരി ആവണം, ഞാനൊരു മാതൃകാപരമായ പുരുഷനായിരിക്കണം, എന്നെ മറ്റുള്ളവർ അനുഗമിക്കണം, അനുകരിക്കണം, അതിനെനിക്ക് ഇൽമു വേണം. ആ ഒരു ചിന്തയോട് കൂടെ ആയിരിക്കണം ഓരോരുത്തരും മുന്നോട്ട് പോവേണ്ടത്. ആ നിലക്ക് മറ്റുള്ളവർക്ക് ഒരു നിലക്കും വിമർശനത്തിനേക്ക് വക നൽകാതെ പരിശുദ്ധ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാവാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം. ഒരു കാരണവശാലും നിങ്ങളടുത്ത് വിട്ടുവീഴ്ചയും ഒരു പോരായ്മയും ഉണ്ടാവരുത് എന്ന് വരുത്താൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തുടക്കത്തിൽ വന്നത്. മറ്റുള്ളവരെ പോലെ നിങ്ങൾ ആവാൻ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളെപ്പോലെ മറ്റുള്ളവരാവാൻ വേണ്ടിയും നിങ്ങൾ ശ്രമിക്കണം. അതിന് നിങ്ങളടുക്കൽ അറിവിൻ്റെ ഒരു കുറവും ഉണ്ടായിത്തീരരുത്. അല്ലെങ്കിൽ നേതാവാകും. നേതാവായി കഴിഞ്ഞാൽ പിൽക്കാലത്ത് ചരിത്രത്തിൽ പോലും മുഴുവനും പറയും, ഓനെപ്പോലെ ആവരുത് കേട്ടോ, അവൻ അറിവില്ലാത്തവനായിരുന്നു, അവൻ തോന്നിയത് ചെയ്യുന്നവനായിരുന്നു എന്ന് ചരിത്രം തിരുത്തിക്കൊണ്ടേ ഇരിക്കും. അങ്ങനെയുള്ളവർ ഒരിക്കലും ആയിപ്പോവരുത്. അതിന് വേണ്ടി നിങ്ങൾ ഉയർന്നവരാവാൻ വേണ്ടി, ഇൽമിൽ പരിശുദ്ധരാവാൻ വേണ്ടി എല്ലാ സമയത്തും ശ്രമിക്കണം എന്നതാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഈ അസർ, ഈ ഇമാം മുസ്ലിം ഇമാം ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അസർ ഇവിടെ കൊണ്ടുവന്ന് ഉദ്ദേശിക്കുന്നത്. സവ്വദു എന്നതിൻ്റെ നേരെ അർത്ഥമാണ് ഇപ്പം നമ്മൾ വെച്ചത്. അവിടെ വേറെയും അർത്ഥമുണ്ട്. നിങ്ങൾക്ക് കറുപ്പ് വരുന്നതിൻ്റെ മുമ്പ് അർത്ഥം വെച്ചതുണ്ട്. അതായത് താടിയിലൊക്കെ രോമം വരുന്നതിൻ്റെ മുമ്പ് കുട്ടിപ്രായത്തിൽ തന്നെ നല്ലോണം പഠിച്ചോളി. പഠനം നടത്തേണ്ടത് ചെറുപ്പത്തിലാണ്, കുട്ടിപ്രായത്തിലാണ് എന്നർത്ഥം വെച്ചവരുണ്ട്.
ഒരർത്ഥം വെച്ചിട്ടുണ്ട്, നിങ്ങൾ കുടുംബ നേതാവാകുന്നതിൻ്റെ മുമ്പ്, അതായത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പഠിച്ചോളി. ഇങ്ങനെ പല നിലക്കും അർത്ഥം വെച്ചവരുണ്ട്. അതാ ഈ ഏതർത്ഥം വെച്ചാലും, താടിരോമം കറുത്താലും, പ്രായമായാലും, നീ പെണ്ണുകെട്ടിയാലും, നേതാവായാലും, എന്തായാലും അതിനുശേഷവും പഠിക്കണം. ഇമാം ബുഖാരി പറയാണ് അതിക്ക് തെളിവായിട്ട്, പ്രായം എന്ന് പറയുന്നത്, നേതാവാകുക എന്ന് പറയുന്നത് പഠനത്തെ തടയുന്ന വിഷയമല്ല. ഒക്കെ തഅല്ലമ അസ്ഹാബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ കിബരി സിന്നിഹിം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അസ്ഹാബുമാർ അവർക്കുള്ള വയസ്സ് കൂടുതലായ ഘട്ടത്തിൽ അവർ പഠിച്ചിട്ടുണ്ട്. അധിക ആളുകളും മുസ്ലിം ആകുന്നത് തന്നെ വലിയ പ്രായത്തിൻ്റെ ശേഷമാണ്. നബിയല്ലേ ആദ്യമായി ജനങ്ങൾ ക്ഷണിക്കുന്നത്. അപ്പം അന്ന് റസൂലുള്ളാഹിനെക്കാളും പ്രായമുള്ളവരും റസൂലുള്ളാഹിനെ താഴെയുള്ളവരും എല്ലാം ഇസ്ലാം ആകുന്നുണ്ട്. പിന്നെ പഠിക്കുന്നതാണ് അവർ. അപ്പം അസ്ഹാബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ ചെറുപ്പത്തിൽ പഠിച്ചവരുമുണ്ട്, വാർദ്ധക്യമായിട്ട് പഠിച്ചവരുമുണ്ട്. അതുകൊണ്ട് ഇപ്പം പ്രായം പഠിക്കലിന് തടസ്സമല്ല. നേതാവായാലും കുടുംബനാഥനായാലും ഇനി താടി മൂടിയും വന്നാലും ഒക്കെ പഠിക്കാം. പക്ഷേ അതിൻ്റെ മുമ്പുള്ള പഠനം അത് ലജ്ജയില്ലാത്ത പഠനമായിരിക്കും. അതാ ഇമാം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിങ്ങൾ നേതാവാകുന്നതിൻ്റെ മുമ്പ്, ഈ പെണ്ണിട്ടതിൻ്റെ മുമ്പ്, ഈ വയസ്സാകുന്നതിൻ്റെ മുമ്പ് പഠിച്ചണം. എന്താ കാരണം? അന്ന് പഠിക്കാൻ ആരോടും പോയി പഠിക്കാനും ചോദിക്കാനും അറിയാനും തടസ്സം ഉണ്ടാവില്ല, ഭയം ഉണ്ടാവില്ല, പോരായത്തിനുണ്ടാവില്ല. നേരെ നേതാവായി വന്ന് കാളിയരായി വന്നു. കാളിയരായി വന്നതിന് ശേഷം ഒരു ചോദ്യം വരുമ്പോൾ അത് അവരെക്കാളും താഴെയുള്ളവനോടായിരിക്കും അധികം ചോദിക്കുക. കാരണം വലിയ ആളല്ലേ. സ്ഥാനത്ത് താഴെയുള്ളവരോട് ചോദിക്കുമ്പോൾ അവർക്കൊരു അശ്രദ്ധരായി വരും. അപ്പോൾ ചോദിക്കാൻ ഓൻ തയ്യാറാവില്ല. പിന്നെന്താ ചെയ്യുക? ഓൻ്റെ ഇഷ്ടത്തിനാണ്ട് കൊടുക്കലാണ്ടാകുക, പറയലാണ്ടാകുക. അപ്പോൾ പിന്നെ വിധി പറയുന്ന ഓൻ്റെ ഇഷ്ടപ്രകാരം പഠിക്കൂല, ഒരു ലജ്ജ തോന്നും. അതുകൊണ്ടാണ് മുഹത്ത പറഞ്ഞത് പഠനം ആദ്യമായിരിക്കണം എന്ന് പ്രത്യേകം ഉണർത്തിയത്. വബിഹി ഖാല ഹദ്ദസന അൽ-ഹുമൈദി ഖാല ഹദ്ദസന സുഫിയാൻ ഇബ്നു ഉയൈനയാണത്. ഖാല ഹദ്ദസനി ഇസ്മാഈൽ ഇബ്നു അബീ ഖാലിദിൻ. ഇമാം ബുഖാരി പറയാണ്, എൻ്റെ ഉസ്താദ് ഹുമൈദി. ഈ സനദിൽ പറഞ്ഞ എല്ലാവരുടെ ചരിത്രവും വിശദമായി നാം പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരി ഹദീസ് തുടങ്ങിയത്, ഫസ്റ്റ് ഹദീസ് ഉദ്ധരിച്ചത് തന്നെ ഹുമൈദിയുടെ ഹദീസാണ്. ഈ കൊല്ലം നമുക്ക് തുടങ്ങാനും അല്ലാഹു തആല തൗഫീഖ് ചെയ്ത ഹുമൈദിൻ്റെ ഹദീസ് തന്നെയാണ്. അല്ലാഹുവോട് മഹത്വം കൊണ്ട് നമ്മുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു തന്ന് ഇൽമു കൊണ്ട് നമ്മുടെ ഖൽബിനെ അല്ലാഹു പ്രകാശിപ്പിക്കുമാറാവട്ടെ. അതനുസരിച്ച് അമൽ ചെയ്യാനുള്ള സൗഭാഗ്യം അല്ലാഹു നൽകട്ടെ. അല്ല, ഹുമൈദി അവരുടെ ഉസ്താദ് സുഫിയാൻ ഇബ്നു ഉയൈന, അവരുടെ ഉസ്താദാണ് ഇസ്മാഈൽ ഇബ്നു അബീ ഖാലിദ് എന്ന് പറയുന്നവർ. അവിടെയാണ് ഇമാം ബുഖാരി പറയുന്നത്, അലാ ഗൈരി മാ ഹദ്ദസനാഹു സുഹ്രിയു. ഈ ഹദീസ് സുഫിയാൻ ഇബ്നു ഉയൈന ഇസ്മാഈൽ ഇബ്നു അബീ ഖാലിദിനെ തൊട്ട് നമുക്ക് ഹദീസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതേ ഹദീസ് സുഫിയാൻ ഇബ്നു ഉയൈന പറയാണ്, ഈ ഹദീസിന് എനിക്ക് ഇമാം സുഹ്രിയും എൻ്റെ ഉസ്താദ് തന്നെയാണ്. പക്ഷെ സുഹ്രി ഇമാം പറഞ്ഞ വജ്ഹിൻ്റെ മേലിലല്ലാതെ. അപ്പോൾ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹുവിന് രണ്ട് ഉസ്താദന്മാരുണ്ട്. ഇസ്മാഈൽ ഇബ്നു അബീ ഖാലിദ് എന്നവരുമുണ്ട്, ഇമാം ഇബ്നു ശിഹാബ് സുഹ്രിയുമുണ്ട്. പക്ഷേ സുഹ്രി പറഞ്ഞ മാതിരിയല്ല ഇസ്മാഈൽ ഇബ്നു അബീ ഖാലിദ് എന്നൊരു ഹദീസ് പറഞ്ഞിട്ടുള്ളത്. ആ പറഞ്ഞ മാതിരിയല്ല എന്ന് പറഞ്ഞാൽ അതിന് രണ്ടർക്കുള്ള അർത്ഥമുണ്ട്. ഒന്നെന്താ, മത്തിനിൽ ചെറിയ വ്യത്യാസമുണ്ട്, ആശയം ഒന്നായിരിക്കലോട് കൂടെ ലഫ്ള് വ്യത്യാസമുണ്ട് എന്നർത്ഥം വെക്കാം. അല്ലെങ്കിൽ ഇസ്മാഈൽ ഇബ്നു അബീ ഖാലിദിൻ്റെ സനദും സുഹ്രിയുടെ സനദും രണ്ടാണ്. വ്യത്യസ്തമായ സനദിൽ കൂടെയാണ് ഈ ഹദീസ് പറയുന്നിട്ടുള്ളത് എന്നും അർത്ഥം വെക്കാം. അപ്പം എത്ര വിശാലമായി ഇമാം ബുഖാരിയുടെ പ്രയോഗം. ഈ ഹദീസിനിക്ക് സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹുവിനിക്ക് രണ്ട് ഉസ്താദന്മാരുണ്ട്. ഒന്ന് ഇസ്മാഈൽ എന്നവർ, മറ്റൊന്ന് സുഹ്രി എന്നവർ. അവർ രണ്ടാളുടെയും ഹദീസിൻ്റെ മത്നിൽ ചെറിയ ലഫ്ള് വ്യത്യാസമുണ്ട്.
അതോടുകൂടെ അവിടെ റാവികളെ സംബന്ധിച്ച് അവർ പറഞ്ഞതിലും വ്യത്യാസമുണ്ട്. ഈ പറഞ്ഞ റാവികൾ തന്നെ പല ഹദ്ദസന തഹദീസ് കൊണ്ടല്ലാത്ത പ്രയോഗം പ്രയോഗിച്ചു എന്ന് പറയാം, സമീത്തു എന്നുള്ള പ്രയോഗം കൊണ്ടല്ലാതെ പ്രയോഗിച്ചു എന്നർത്ഥം വെക്കാം. അല്ലെങ്കിൽ ഇതേ ഉസ്താദന്മാരല്ല വേറെ ഉസ്താദന്മാർ മുഖേനയാണെന്നും അർത്ഥം വെക്കാം. അതാ ഇമാം ബുഖാരിയുടെ ദിക്കത്തിൽപ്പെട്ടതാണത്. قال سمعت قيس بن أبي حازم رضي الله عنه أنه قال سمعت عبد الله بن مسعود رضي الله عنه أنه قال قال النبي صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ ഹസദ ഇല്ലാ ഫി ഇസ്നതൈൻ, രണ്ട് കാര്യത്തിലല്ലാതെ ഹസദില്ല. രണ്ട് കാര്യത്തിൽ മാത്രമേ ഹസദുള്ളൂ. ഇവിടെ ഹസദ് എന്നതിനേക്ക് അതിൻ്റെ ഖാസായ അർത്ഥം ഒഴിവാക്കി അതിൻ്റെ ഒരു ആമായ അർത്ഥമാണ് വെക്കേണ്ടത് എന്നാണ് ഇമാം ബുഖാരി ബാബ് കൊണ്ട് സൂചിപ്പിച്ചത്. ഇമാം ബുഖാരി ഹദീസിൻ്റെ മാന വിശദീകരിക്കൽ ബാബ് കൊണ്ടാണെന്ന് നാം മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി ബാബുൽ ഇഖ്തിബാത്തി ഫിൽ ഇൽമി, ബാബുൽ ഹസദ് ഫിൽ ഇൽമി എന്ന് പറയാതെ ഹദീസിൽ പറയുന്നത് ലാ ഹസദ. ഇമാം ബുഖാരി ലാ ഹസദ് അർത്ഥം വിശദീകരിക്കുകയാണ്, ഇഖ്തിബാത്ത്. അപ്പം എന്താ ഹസദ് എന്ന് പറഞ്ഞാൽ എന്താ? മറ്റൊരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതായ അനുഗ്രഹം, ആ അനുഗ്രഹം നീങ്ങിപ്പോവരോട് കൂടെ സ്വയം ഉണ്ടാവലിന് ആഗ്രഹിക്കുക. അല്ലെങ്കിൽ സ്വയം ഉണ്ടാവണമെന്നില്ല, മറ്റൊന്നെ നീങ്ങിപ്പോണം, പിന്നെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല. ഇത് രണ്ടും അസൂയൻ്റെ ഭാഗം. ഹസദിൻ്റെ ഭാഗമാണ് മറ്റൊരാൾക്കുള്ള നിഅമത്ത് കാണുമ്പോൾ അത് നീങ്ങിപ്പോയി അതേമാതിരി ഇവരുണ്ടാവണം എന്ന് ആഗ്രഹിക്കരുത്. മറ്റൊന്ന് ഇവർക്കറിയാം ഓനെങ്ങനെ ഏതായാലും കിട്ടൂല, എന്നാൽ മറ്റു കിട്ടും മറ്റോൻ്റെത് പോകണം എന്ന് ആഗ്രഹിക്കുക. അസൂയ ലോകത്ത് വെച്ച് ഏറ്റവും വലിയ ഉപദ്രവമാണ് അസൂയ. അസൂയയാണ് ലോകത്ത് വെച്ച് ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത തെറ്റ് മനുഷ്യന്മാരെ പഠിച്ചതിൻ്റെ ശേഷം ആദം നബി അലൈഹി സ്വലാമിനോട് ഇബ്ലീസ് അസൂയ വെച്ചു. അല്ല, ഭൂമിയിൽ മനുഷ്യന്മാർ തമ്മിൽ ആദ്യം ഉണ്ടായ തെറ്റെന്താ? ഹാബീലും കാബീലും തമ്മിലുള്ള പ്രശ്നങ്ങൾ. അതും അസൂയനല്ലേ? അപ്പൊ അസൂയ വലിയ പ്രശ്നമാണ്, അത് ഉണ്ടാകാൻ പാടില്ല, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇവിടെ ലാ ഹസദ ഇല്ലാ ഫി ഇസ്നതൈൻ മുത്തസിലാണ്. അപ്പൊ എന്താണ് ലാ ഹസദ എന്ന് പറഞ്ഞാൽ? ഇഖ്തിബാത്തില്ല, മറ്റൊരാളെ പോലെ ആവാൻ ആഗ്രഹിക്കലില്ല. രണ്ട് കാര്യത്തിലൊഴിച്ച്, രണ്ട് കാര്യം ഉള്ള ആളുകളുടെ അവസ്ഥയിലല്ലാതെ അവരെ പോലെ ആവാൻ ആഗ്രഹിക്കുക, രണ്ട് കാര്യം ഉണ്ടവളെ പറ്റി ആഗ്രഹിക്കാം. അപ്പൊ ഇമാം ബുഖാരി ഈ ലാ ഹസദ എന്നതിലേക്ക് ലാ ഇഖ്തിബാത്ത്, ഇഖ്തിബാത്ത് മറ്റൊരാളെ പോലെ ആകുക, ഓൻ്റെ നിഅമത്ത് അവനിക്ക് ഉണ്ടാവലോട് കൂടെയും അത് വർദ്ധിക്കലോട് കൂടെയും, മറ്റുള്ളവനിക്ക് അവൻ്റെ നിഅമത്ത് വർദ്ധിക്കലോട് കൂടെ, അവൻ്റെ നിഅമത്ത് അവരിൽ നിലനിൽക്കലോട് കൂടെ, അതുപോലെ ഇവനും അവന് ആഗ്രഹിക്കാം, അതേമാതിരി നിഅമത്ത് ഇവനിക്ക് ലഭിക്കലിന് ആഗ്രഹിക്കാം. അത് തന്നെ രണ്ട് കാര്യത്തിനെ പറ്റുള്ളൂ, ആവശ്യമുള്ളൂ. ബാക്കിയുള്ള ഒരു വിഷയത്തിലും ഒരാളെ പോലെ അവൻ ആഗ്രഹിക്കണ്ട. ഏതാണ് ആ രണ്ട് കാര്യം? റജുലുൻ, ഒരു മനുഷ്യന്റെ ആഗ്രഹമാ, മനുഷ്യന്റെ കാര്യമാണ്. ആതാഹുല്ലാഹു, അവനിക്ക് അല്ലാഹു തആല നൽകി. ഫിസ്നതൈനിന ഫി ഖസ്ലതൈനിന, അതിലെന്താണ് റജുലുൻ, ഖസ്ലത്തു റജുലിൻ. മുളാഫിനെ കളഞ്ഞു, മുളാഫിനെ സ്ഥാനത്ത് നിർത്തി, അങ്ങനെയാണ് റജുലുൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു മനുഷ്യന്റെ കാര്യം. ആതാഹുല്ലാഹു, അവനിക്ക് അല്ലാഹു നൽകി. മാലൻ, സമ്പത്ത് നൽകി. അവിടെ ആ മാലൻ എന്ന് പറഞ്ഞ് നക്കീറാക്കി എനിക്ക് രണ്ടർത്ഥം, രണ്ട് ഉമൂമിനെ പായ്തപ്പിക്കാനാണ്. അല്ല, ഏത് നിലക്കുള്ള ഉമൂമിൽ തങ്കീർ പായ്തപ്പിക്കുന്നത് കുറച്ചാലും വേണ്ടില്ല, തോനാലും വേണ്ടില്ല, മുതൽ നൽകിയുള്ള അർത്ഥത്തിനാണ്. ധാരാളം മുതൽ നൽകിയുള്ള അർത്ഥത്തിന് തന്മയും തകലീമിനിക്കാക്കണ്ട, മുതൽ നൽകി. ആ മുതൽ കുറച്ചാരും വേണ്ടില്ല, തോനാരും വേണ്ടില്ല. ഫസുല്ലിത അലാ ഹലകതിഹി, ആ മുതലിന് ചെലവഴിക്കുന്നതിൻ്റെ മേൽ അവൻ ഏൽപ്പിക്കപ്പെട്ടു. ഫിൽ ഹഖി, സത്യത്തിൻ്റെ മാർഗത്തിൽ. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മുതൽ നൽകി. ആ നൽകിയ മുതൽ എത്രയാണെങ്കിലും അത് ഹക്കിൽ ചെലവഴിക്കുന്നതിൻ്റെ മേലിൽ അവനിക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകി. അങ്ങനെ ഒരാളെ കണ്ടാൽ ഓനെ പോലെ ആവണം എന്ന് ആഗ്രഹിക്കാം. പഠിച്ചോനെ, അവനിക്ക് നീ ധാരാളം സമ്പത്ത് കൊടുത്തു,
ധാരാളം സമ്പത്ത് കൊടുത്തു, അത് അല്ലാഹു തആലാന്റെ പ്രീതിയിലായി അവൻ ചെലവഴിക്കുന്നു, അവൻ്റെ സ്വയം ആവശ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നു, ധർമ്മം ചെയ്യുന്നു, മറ്റുള്ളവർക്ക് സഹായം നൽകുന്നു, അങ്ങനെ അത് അള്ളാഹിൻ്റെ പൊരുത്തത്തിലായി ചെലവഴിക്കുന്നത് കാണുമ്പോൾ അങ്ങനെയുള്ള പണക്കാരൻ്റെ മാതിരി എന്നെയും ആക്കണേ എന്ന് ആഗ്രഹിക്കാം. ഹസദ് അതിൻ്റെ നേരെയുള്ള അർത്ഥം മറ്റുള്ളവൻ്റെ നിഅമത്ത് നീങ്ങിപ്പോവല്ല ആഗ്രഹിക്കുക, അത് ഇവനിക്ക് ലഭിക്കലോട് കൂടെ അല്ലെങ്കിൽ ഇവനിക്ക് ലഭിക്കാതിരിക്കലോട് കൂടെ എന്ന് ആഗ്രഹിക്കലിനാണ് ഹസദ്. ഈ ഹസദ് കൊണ്ട് പല ഉപദ്രവമുണ്ട്. അസൂയക്കാരനിക്ക് എന്തായാലും പ്രശ്നങ്ങളുണ്ട്. അത് സിഹ്ർ ചെയ്യും പോലെ വലിയ കുറ്റം തന്നെയാണ് ഹസദ് എന്ന് പറയുന്നത്, വലിയ കുറ്റത്തിൽപ്പെട്ടതാണ്. പക്ഷേ ഹസദ് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരാൾക്കൊരു നിഅമത്തുണ്ടായി, ആ നിഅമത്തിൻ്റെ പേരിൽ വേറെ അടുത്തിൻ്റെ മനസ്സിലേക്ക് വേജാർ, ഓനക്കത് കിട്ടിയല്ലോ, ഓനെത്ര വലിയ ആളായിപ്പോയോ, എത്രയും പെട്ടെന്ന് അത് ഒഴിവാവണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യൻ, ഇവൻ്റെ ഈ ആഗ്രഹം കൊണ്ട് രണ്ട് നിലക്കുള്ള ഉപദ്രവം. ഹാസിദിൻ്റെ ഈ ഹസദ് കൊണ്ട് മഹ്സൂദിനിക്ക് രണ്ട് നിലക്കുള്ള ഉപദ്രവം ഉണ്ടാവുന്ന ഒന്നെന്താ, ഇവന് അസൂയക്കാരൻ അസൂയ വലുതായി മറ്റുള്ളവനെ ഏതെങ്കിലും നിലക്ക് അവനെ പരാജയപ്പെടുത്താൻ, അവനെ ഉപദ്രവിക്കാൻ, അവനെ കൊല്ലാൻ, അവനെ തല്ലാൻ, അവനെ പെടുത്താൻ, അവനെ പറ്റി അപരാധം പറയാൻ, അവരെ പറ്റി ചീത്ത പറയുണ്ടാക്കാൻ ഇവരെ പ്രേരിപ്പിക്കും. അങ്ങനെ ശാരീരികമായ ഉപദ്രവങ്ങൾ ഇവൻ്റെ പക്കൽ നിന്നുണ്ടാകും, ഹാസിദിൻ്റെ പക്കൽ നിന്ന്. മറ്റൊന്ന്, അവൻ്റെ അസൂയക്കാരൻ്റെ അസൂയ കാരണം മഹ്സൂദിനിക്ക് ശാരീരികമായി തളർച്ചകൾ ഉണ്ടാവാം, അവൻ്റെ ബുദ്ധി വികസനം നഷ്ടപ്പെട്ടേക്കാം, അവനിക്ക് അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടേക്കാം. അങ്ങനെ പല ഉപദ്രവങ്ങളും ആ നിലക്കുള്ള പല ജാതി പ്രശ്നങ്ങളും അവൻ്റെ ശരീരത്തിലേക്ക് രോഗങ്ങൾ വന്നേക്കാം. അസൂയ വെച്ചവൻ്റെ അസൂയ കാരണം ശാരീരികമായി ഇവൻ ഉപദ്രവിക്കാൻ തയ്യാറാകുന്ന അസൂയക്കാർ ഉപദ്രവിക്കുന്നത് പോലെ തന്നെ മാനസികമായി അവനിക്ക് രോഗങ്ങൾ വന്നേക്കാം. അവൻ്റെ പ്രശ്നങ്ങളിലെല്ലാം അവനിക്ക് ഇടപെടുന്നവർക്ക് തടസ്സങ്ങൾ ഉണ്ടായേക്കാം. അതിലേക്കെല്ലാം സൂചിഷാരത്തായി കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അസൂയക്കാരൻ അസൂയ വെക്കുമ്പം അവൻ്റെ പക്കൽ നിന്ന് ഷർറുണ്ടാകും, ആ ഷർറിനെ തൊട്ട് ഞാൻ കാവലിനെ തേടുന്നു എന്ന് ദുആ ചെയ്യണം. മുഅവ്വിദത്തൈനി ഓതിക്കൊണ്ടേയിരിക്കണം. അതെന്താ, അസൂയക്കാരൻ്റെ ഷർറ് വലിയ ഷർറാണ്. ഒന്ന്, ഇവനെ പറ്റി പലതും പറയാനും ശാരീരികമായി ഉപദ്രവിക്കാനും, അതിന് പിന്നെ 2 മക്കളുണ്ടായതുപോലെ കൊല്ലയിലേക്ക് വരെ നയിച്ചതുപോലെ അങ്ങനെ ശാരീരികമായി അവൻ്റെ കൈ കൊണ്ട് കഴിയുന്ന മാതിരി അവൻ്റെ പുരോഗതിക്ക് തടസ്സമായി എപ്പോഴും അസൂയക്കാരൻ നിലനിന്ന് വരും. അതുപോലെ തന്നെ ഇവൻ്റെ അസൂയ കാരണം അവനിക്ക് കണ്ണേറ് കൊണ്ട് ഉപദ്രവം ഉണ്ടാകുന്നത് പോലെ തന്നെ എങ്കിൽ അതിലേറെ ശക്തിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായിത്തീരും. ദൈമത്ത് വിശദീകരിച്ചിട്ടുണ്ട്. മറ്റൊരു മനുഷ്യൻ്റെ കാര്യവുമാണ് അവനിക്ക് അല്ലാഹു നൽകി അൽ ഹിക്മത്ത, ഹിക്മത്ത് നൽകി. ഫഹുവ അവൻ യഖ്ളി ബിഹാ, ഹിക്മത്ത് കൊണ്ട് വിധിക്കുന്നു. വയുഅല്ലിമുഹാ, അതിനെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഹിക്മത്ത് പഠിപ്പിച്ചു കൊടുക്കുക, ഹിക്മത്ത് കൊണ്ട് വിധിക്കുക. അപ്പോൾ അതിൽപ്പെട്ടതാണ് ഇൽമുമായി ബന്ധപ്പെട്ടത് ഹിക്മത്താണ് ആ പറയുന്നത്. അങ്ങനെയുള്ള ഇൽമിൻ്റെ വിഷയത്തിലും മറ്റൊരാളെ പോലെ ആവണമെന്ന് ആഗ്രഹിക്കുന്നത് നല്ല കാര്യമാണ്. മറ്റൊന്നിനും ഇത് പറ്റൂല. ഈ നിലക്കാണ് ഇമാം ബുഖാരി ഈ ഹദീസ് അർത്ഥം വെച്ചിട്ടുള്ളത്. ബാബ് കൊണ്ട് വിശദീകരിച്ചത് ഇഖ്തിബാത്താണ് അസ്ദ് കൊണ്ട് ഉദ്ദേശം. അപ്പോൾ ഇസ്തിസ്ന ഇല്ലാ ഫിസ്നത്തൈൽ ഇസ്ന മുത്തസിലായിട്ട് അവിടെ വേറൊരു അർത്ഥമുണ്ട്. ഇതേതാണ്? ഹസദിനിക്ക് അസദ് തന്നെയാണ് അർത്ഥമുള്ളത്, അസൂയ തന്നെയാണ് അർത്ഥമുള്ളത്. ഇഖ്തിബാത്ത് എന്നല്ല, അനുകരിക്കുക എന്നർത്ഥമല്ല. പിന്നെന്താണുള്ളത്? ലാ ഹസദ ഇല്ലാ ഫിസ്നത്തൈൻ, 2 കാര്യത്തിൽ ലാ ഹസദ, അസൂയ എന്ന് പറയുന്ന സംഭവം തന്നെ പറ്റൂല. ഒരു കാരണവശാലും അസൂയ മറ്റൊരാൾ നിഅമത്ത് നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കാൻ പറ്റൂല. ഇല്ലാ ഫിസ്നത്തൈനി, 2 കാര്യത്തിൽ ഒഴിച്ച്. എന്നാൽ 2 കാര്യമാണെങ്കിലോ അസൂയല്ല താനും.
അപ്പോൾ ഇസിന മുങ്കത്തിയായിട്ട് ഏത് പ്രകാരം അനിൽ കൗമു, എൻ്റെ അടുത്ത് ഒരു മനുഷ്യനും വന്നിട്ടില്ല കൈതല്ലാതെ എന്നറിയില്ലേ. അപ്പോൾ കൈതല്ലാതെ ഒരു മനുഷ്യനും വന്നില്ല എന്ന് പറയുമ്പോൾ കൈത മനുഷ്യനല്ലല്ലോ, അപ്പോൾ ആരും വന്നില്ല തന്നെയാണ്. എന്ന മാതിരി അസൂയ എന്ന് പറയുന്ന സംഭവേ പറ്റൂല. രണ്ട് വിഷയത്തിൽ മറ്റൊരാളോട് അനുകരിക്കുന്നതിനും ഓനെപ്പോലെ ആകണേനും ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്നതിനും കുഴപ്പമില്ല.